ഹലോ ഗായ്സ്, ഐ ആം പീക്കാച്ചു. വെറൈറ്റി അല്ലേ? ഞാൻ ജനിച്ചപ്പോ എനിക്ക് മഞ്ഞ നിറായിരുന്നു. ഒരാഴ്ച ലൈറ്റ് കിടത്തി. പക്ഷെ ഒരു പരട്ട തള്ള ഇവനെ കാണാൻ പീക്കാച്ചുവിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവര് തട്ടിപ്പോയി. ദാറ്റ് വാസ് മൈ പുവർ ഗ്രാൻഡ്മ. അങ്ങനെ എന്റെ ഡാഡി എനിക്ക് പീക്കാച്ചു എന്ന് പേരിട്ടു. പരട്ട തള്ള. എന്റെ കോളേജിൽ എനിക്ക് 3 ഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരാൾ ഒരു ഗേളാണ്. അവളാണ് എന്റെ ലോകം. ഷീസ് മൈ സൺഷൈൻ. പിന്നെ യദു. കേരള നിയമപ്രകാരം സ്വാഭാവികമായും അവന്റെ പേരറ്റത്ത് കൃഷ്ണയുണ്ട്. യദു കൃഷ്ണ. പിന്നെ അബി. അവനാണ് ഞങ്ങളുടെ നേതാവ്. അവനെ കാണാൻ മുടിഞ്ഞ ഗ്ലാമറാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കോളേജിലെ മുഴുവൻ പെമ്പിള്ളേരും അവന്റെ പുറകെയാണെന്ന്. പക്ഷെ അല്ല. കാരണം അവന്റെ തലയിലൊന്നുമില്ല. പിന്നെ ഞങ്ങളെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളാണ് കോളേജിലെ ഏറ്റവും വലിയ മണ്ടന്മാർ. അപ്പോഴാണ് അവൾ വന്നത്. ഷീ വാസ് ബ്യൂട്ടിഫുൾ. അവൾ എന്റേതാണ്. നോ, എന്റേതാണ്. നോ, അബിയുടെയാണെന്ന് പറയാൻ വന്നതാ. അയ്യോ സോറി. ഹായ് ഇഷ. ഹായ്. അവൻ അവളുടെ പുറകെ നടന്നു, വെറുപ്പിച്ച്. പക്ഷെ അവൾ ഒരു മാന്യതയുള്ള കുട്ടിയായിരുന്നു. ചെരുപ്പൂരി അടിച്ചില്ല, വീട്ടുകാരെ വിളിച്ചോണ്ട് വന്നില്ല, പ്രിൻസിനോട് കംപ്ലൈന്റ് പറഞ്ഞില്ല, കൊട്ടേഷൻ ഏൽപ്പിച്ചില്ല. വളരെ വളരെ നല്ല കുട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവൾക്ക് അവനോട് ഇഷ്ടമുണ്ടെന്ന്. വൺ ഡേ അവൻ അവളെ കിസ് അടിച്ചു. അവർ സെറ്റായി. പക്ഷേ ഈ കോപ്പിലെ വിഗ്. യെസ്, അത് ഇഷയല്ല, ഇഷാനായിരുന്നു. പക്ഷെ അത് അറിയുന്നതിന് മുമ്പേ ലവൻ. ഇഷ, എനിക്ക് നിന്റെ കുട്ടികളെ പ്രസവിക്കണം. ഛേ, നീ എന്റെ കുട്ടികളെ പ്രസവിക്കണം. ഇപ്പോഴോ? വേണ്ട, പിന്നെ മതി. ഇപ്പോ നോ. ഞാൻ ഫിറ്റ് ആയിപ്പോയി. നീ കരയുമ്പോ ആണുങ്ങൾ കരയുന്ന പോലെ തോന്നുക. എടാ പൊട്ട, അത് പെണ്ണല്ല, ആണാ. പോടാ ആടെ പൊട്ട. ഷീസ് എ ബോയ്. എടാ പക്ഷെ ഞങ്ങളൊന്ന് എന്ത്? അപ്പൊ ആ ഹോള് ഏത് ഹോള്? അയ്യോ, അബി വിഷമിക്കണ്ട. നിനക്ക് എന്നെക്കാൾ നല്ല പെൺകുട്ടിയെ കിട്ടും. നിന്നേക്കാൾ നല്ലതോ? എനിക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കിട്ടിയാ മതിയാ പട്ടി.